ദൈവമേ, എൻ്റെ അമ്മയ്ക്കൊന്നും വരുത്തരുത്. എൻ്റെ അമ്മ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരണേ. വിഷമത്തിനെല്ലാം കാരണം ഈ ശാപം പിടിച്ചവൾ ഒറ്റ ഒരുത്തിയ. ഈ വിഷപ്പാമ്പിനെ കൊണ്ട് നന്ദിനി ചെമ്പകമംഗലത്തേക്ക് വന്നപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ വലിയ അക്ഷരത്തിൽ കുറിച്ചിട്ടതാ, ഇതൊരു മാരണമാവൂന്ന്. സാവിത്രി, പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സൗകര്യപൂർവ്വം പറയാം. ഇതൊരു ഹോസ്പിറ്റലല്ലേ. പറയാനുള്ളത് എപ്പോഴായാലും ഞാൻ പറയും. എന്റെ മനസ്സിന്റെ കൺട്രോൾ പോയി നിൽക്കുക ഞാൻ. സാവിത്രി, എന്താ അനന്തരവളെ ന്യായീകരിക്കാൻ വന്നിരിക്കാണോ രാമേട്ടൻ? ന്യായീകരിക്കുന്നൊക്കെ നിർത്തി. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തതുമില്ല. എന്റെ മകന്റെ ജീവിതമാ ഈ നശിച്ചവള് കാരണം പോയത്. ഇവനെ ഇനി സമൂഹം അംഗീകരിക്കോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇവന് വല്ല വിലയുണ്ടാവോ? ഇവന്റെ സബോർഡിനേറ്റ്സിന്റെ മുഖത്ത് ഇവൻ ഇനി എങ്ങനെ നോക്കും? ഇവനെ എല്ലാരും കൂടെ കളിയാക്കില്ലേ? മുറച്ചെറുക്കന്റെ ഭാര്യയാവാൻ മുറപ്പെണ്ണിന്റെ ഒരു മോഹം. അതിന് കാണിച്ച തന്ത്രം. 4 പേരറിഞ്ഞ് കല്യാണം കഴിച്ച് അവന്റെ ഭാര്യയെ പറഞ്ഞു തിരിപ്പിച്ച് ഒരു മരപ്പൊട്ടന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇതിൽ പരം ഒരു ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ? ഇവള് കരുതി കൂട്ടി ചെമ്പകമംഗലത്ത് നടന്നത് ഇതിനായിരുന്നു അല്ലേടി ദ്രോഹി? നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് 2 കാരണത്തിനാ. ഒന്ന്, ഇതൊരു ഹോസ്പിറ്റലാ. 2, എന്റെ മുത്തശ്ശി അകത്ത് സുഖമില്ലാതെ കിടക്കുക. ഓ, മുത്തശ്ശിയോട് സ്നേഹമുള്ളൊരു പേരക്കുട്ടി. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെയും വാത്സല്യ ഭാജനം. ഇവരുടെ 2 പേരുടെയും പട്ടടയ്ക്ക് തീ കൊളുത്തിയിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെനിക്കറിയാം. എന്തോ കരുതി കൂട്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ചെമ്പകമംഗലത്തേക്ക് വന്ന നാള് മുതൽ നിങ്ങൾ എന്നെ ശത്രുവായി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്റെ അമ്മാവനോട് തുറന്നു പറയുന്നു, ആ വൈശാഖ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അവനും മൈഥിലി ചേച്ചിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലായിരുന്നു. സത്യം.
സിസ്റ്റർ. ആ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല. ആ ഞാൻ ഡോക്ടറെ വിളിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ദാ കുടിക്കാമേ. മതി. എന്തുണ്ടമ്മേ വിശേഷങ്ങൾ? ക്ഷീണമൊക്കെ മാറിയോ? മാറുന്നുണ്ട് ഡോക്ടറെ. BP ഒന്ന് ചെക്ക് ചെയ്തേക്കേ. ശരി ഡോക്ടർ. നോർമലാ. നോർമലാണല്ലോ അമ്മേ. അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. പിന്നെ ടെൻഷനാണ് പ്രശ്നം. അത് മൈൻഡ് ചെയ്യാതിരിക്ക. ഏറ്റവും കൂടുതൽ ടെൻഷൻ പിടിച്ച പ്രൊഫഷനല്ലേ. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ ചെയ്തിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ ഉൾക്കരുത്തോടെ നേരിടുക. അല്ലാതെ വഴിയില്ല. എന്തായാലും കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുക്കാം. ഞാൻ വരാം. ശരി സിസ്റ്ററെ. എന്താ അമ്മേ? എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടില്ലേ? ഉണ്ട്, എല്ലാരും പുറത്തു നിൽപ്പുണ്ട്. എല്ലാവരെയും ഒന്നും വിളിക്കണ്ട. അതില് നന്ദിനിയും മീനാക്ഷിയും ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞാ മതി. ശരി അമ്മേ, വിളിക്കാം. സിസ്റ്ററെ, മയക്കം വിട്ടുണർന്നെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയെ കാണാമോ സിസ്റ്ററെ? പിന്നെന്താ, കാണാലോ. വാ രാമേട്ടാ. ആ നിന്നെ നിന്നെ നിക്ക്. ഇതിലാരാ നന്ദിനി മീനാക്ഷിയും? അത് ഞങ്ങളാ സിസ്റ്ററെ. നിങ്ങളെ വിളിക്കാനാ അമ്മ പറയുന്നത്. വരൂ. വാ. ആ മീനാക്ഷി, കുഞ്ഞിനകത്തേക്ക് കൊണ്ടുവരണ്ട. സാവിത്രിയെ ഏൽപ്പിക്കാം. അവര് പ്രസവിച്ച മകളാ ഞാൻ. ഞാൻ ഔട്ട്. ദത്തുപുത്രിയും പൊത്തുപുത്രിയൊക്കെ ഇന്ന്. എന്റെ തറവാട്ടില് സുനാമി വീശിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാവിത്രി, അവഗണിക്കപ്പെടുന്നവരെയൊക്കെ പരിഗണിക്കുന്ന ഒരു കാലം വരും. അതിനധികം സമയമൊന്നുമില്ല. അതിനായിട്ട് കാത്തിരിക്കാനേ എനിക്ക് സൗകര്യമില്ലേ. എന്നെ അവഗണിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടം വഴി ഓടിക്കും. ഇനി സാവിത്രി അടങ്ങിയിരിക്കില്ല. മുത്തശ്ശി, എന്റെ മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് കേട്ടപ്പോ ഞാനും ഒന്ന് പൊട്ടിത്തെറിച്ചു പോയി. അത് സത്യം തന്നെ. എങ്ങനെയൊക്കെ നോക്കിയാലും നീ തെറ്റുകാരിയാണെന്ന് എല്ലാവരും സംശയിക്കൂ. പക്ഷേ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോ ഞങ്ങളുടെ മീനാക്ഷിക്ക് അങ്ങനെ പറ്റില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് സത്യം പറ. സത്യം മാത്രമേ പറയാവൂ. എന്റെയും
നന്ദിനിയുടെ മുന്നിൽ വെച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയേ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് കാർത്തിയോട് ഇഷ്ടമുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല മുത്തശ്ശി. മുത്തശ്ശി പറയും പോലെ ഇഷ്ടമൊന്നും എനിക്ക് ACPയോട് ഇല്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം എന്റെ മുത്തശ്ശിയോട് തുറന്നു പറയാം. അതിനു മുൻപ് മുത്തശ്ശി എനിക്ക് മാപ്പ് തരണം. നീ എഴുന്നേക്ക് മോളെ. മോളെ, മുത്തശ്ശി, ആ വൈശാഖ് ഇത്രയ്ക്ക് ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ല. അവനും മൈഥിലി ചേച്ചിയും കൂടി വളരെ പ്ലാനിങ്ങോടെ എന്നെ ചതിക്കായിരുന്നു. ഞാൻ നിന്റെ മുത്തശ്ശിയ, നന്ദിനി നിന്റെ അമ്മയെ. നീ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പല കാര്യങ്ങളും ഞാൻ അമ്മയോട് തുറന്ന് പറഞ്ഞതാ. പക്ഷെ അമ്മ അത് വിശ്വസിച്ചില്ല. മൈഥിലി ചേച്ചി തെറ്റിദ്ധരിച്ചില്ല. ശരിയമ്മ, മീനാക്ഷി ഓരോ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ ഇവള് പറയുന്നത് എന്റെ മകൻ കാർത്തിയുടെ ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളാ. അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അഥവാ അവളത് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിലുണ്ടാവുന്ന കോളിളക്കങ്ങൾ എന്തൊക്കെയായിരുന്നിരിക്കും? മുത്തശ്ശി, ഇതാ വൈശാഖ് അവന്റെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്നെ ട്രാപ്പിൽ പെടുത്തിയതാ. ഞാനിതെല്ലാം മുത്തശ്ശിയോട് പറയാം. എന്റെ പെട്ടിക്കകത്ത് അതൊക്കെ കൊണ്ടുവെക്കാൻ നിങ്ങൾ ആര് പറഞ്ഞു? അത് നീയും ഞാനും ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാലേ മറ്റുള്ളവരാരും വിശ്വസിക്കില്ല. അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ്. നിന്റെ മുത്തശ്ശി എൻഗേജ്മെന്റ് നടത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് നീ ഒരല്പം കൂടി ക്ഷമിക്കണം, സഹകരിക്കണം. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്തായാലും എൻഗേജ്മെന്റ് വരെ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് അവളുമായിട്ട് ഒളിച്ചോടണമെങ്കിൽ കുറച്ച് പണം കൂടിയേ പറ്റൂ. അതിന് വീട്ടുകാർ കനിയണം. അവരെന്നോട് കനിയണമെങ്കിൽ ഞാൻ മറ്റൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവർക്ക് തീർത്തും വിശ്വാസമാവണം. അതുവരെ നീ എന്നൊന്ന് സഹായിക്കും പ്ലീസ്. അവസാന നിമിഷം വരെ അവനുമായി ഒളിച്ചോടാൻ പോകുന്ന പെണ്ണ് മൈഥിലി ചേച്ചിയാണെന്ന സത്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തെ മാനം കെടുത്തോ? എന്റെ അമ്മാവന്റെ മകനായ ACPയെ ഞാൻ ചതിക്കോ? ഞാൻ അവൻ വിരിച്ച വലയിൽ വീണു പോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പണത്തിനു വേണ്ടി ഒരുപക്ഷെ എന്നെയും ചതിക്കായിരുന്നു. എന്റെ കഴുത്തിലേക്ക് അവന്റെ താലി വീഴാതിരിക്കാൻ വേണ്ടി. അതെ, ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അവിടെയാ. ഈ തക്കത്തിൽ നമുക്ക് മറ്റേ പ്ലാൻ നടത്തിയാലോ? ആ, കറക്റ്റ്. ഞാനും അത് തന്നെയാ വിചാരിക്കുന്നത്. പണം ഇരിക്കുന്ന സ്ഥലം അറിയാലോ. ഒരു കാട്ടുകള്ളനെയാണല്ലോ കുടുംബത്തിൽ കയറ്റി ഇത്രയും നാളും താമസിപ്പിച്ചത്. നമ്മളൊക്കെ എത്ര ശുദ്ധഗതിക്കാരാ.
കരയാതെ മോളെ. നീ തെറ്റുകാരിയല്ലെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പതേ നിന്റെ മുത്തശ്ശിയുടെ സംശയം മാറിയല്ലോ. മോളിങ് വാ. മോള് വിഷമിക്കാതെ. നിന്നെ ഞങ്ങൾക്കറിയില്ലേ, എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ മോള് കരയാതെ. ഇപ്പൊ നിനക്ക് കരയേണ്ടി വന്നു. അത് കള്ളത്തരം അറിയാഞ്ഞിട്ട. ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുന്നത് മനസ്സിൽ നന്മയുള്ളവരാ. ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അറിയാത്തവർ. എന്റെ മോള് കരയണ്ട. മുത്തശ്ശി, എന്റെ മോക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, ഒട്ടും വിഷമിക്കണ്ട. അകത്ത് അടുത്ത പാരയ്ക്കുള്ള ഡിസ്കഷൻ ആയിരിക്കും. എന്തോ ആവട്ടെ, അമ്മയ്ക്ക് ബോധം തെളിഞ്ഞല്ലോ, അത്രയും ആശ്വാസം. ദേ വന്നു. അമ്മയ്ക്ക് കിട്ടിയ ബോധം ഇപ്പൊ പോവും. അമ്മയുടെ ജീവൻ എടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന യമകാലന ഇങ്ങേര്. സാവിത്രി, എന്തൊക്കെയാണേലും നീ ഇങ്ങനൊന്നും പറയരുത്. നിന്റെ കൂടെ പിറപ്പാ ജയറാം. ഓ, ഇങ്ങനെയുള്ള കൂടപ്പിറപ്പ് ഇല്ലാതിരിക്കുക ഭേദം. ഓ, ആ കഥ ഞാൻ മറന്നുപോയി. നിങ്ങളുടെ പഴയ അളിയനാണല്ലോ ഇദ്ദേഹം, മാധുരിയുടെ ഭർത്താവ്. മാധുരിയുടെ ഭർത്താവാകുന്നതിന് മുമ്പും ജയറാം എനിക്ക് അളിയൻ തന്നെ, നിന്റെ ഏട്ടൻ എന്ന നിലയിൽ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ബോധം വന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. പിന്നെ ദൈവം ശപിച്ചു വിട്ട ഇയാളുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കുന്നത്. ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നനുജത്തി എന്നെ ഏട്ടാന്ന് വിളിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. ഓ, അതെന്റെ മര്യാദയുടെ പേരിൽ വിളിച്ചതാ. ഒരു കുടയും കുഞ്ഞുപെങ്ങളെ ലൈനിൽ വിളിച്ചൊന്നുമല്ല. ആ കാലവർഷക്കാലമൊക്കെ ഒരു വലിയ ഇടിമിന്നലോടുകൂടി എന്നേ അവസാനിച്ചു. അവസാനിച്ചിട്ടില്ല സാവിത്രി, എന്റെ ജീവിതത്തിലെ ഇടിമിന്നലുകൾ തുടരുകയാ. അത് കയ്യിലിരിപ്പുണ്ട്. തലവരാന്ന് പറയുന്നല്ലേ ശരി. അതെന്തോ ആവട്ടെ, എനിക്ക് പറയാനുള്ള കാര്യം അതല്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും, അനുസരിക്കും. കഷ്ടകാല സമയമായതുകൊണ്ട് ഞാൻ പ്രതികരിക്കില്ല. നിനക്കെന്താ പറയാനുള്ളത്? ഏട്ടനെ കണ്ട് ബോധം കെട്ട് വീണതാ എന്റെ അമ്മ. എന്നുവെച്ചാ ഒരു മരണത്തിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ടു എന്നർത്ഥം. ദയവ് ചെയ്ത് ഇനി എന്റെ അമ്മയെ കൊല്ലരുത്. സാവിത്രി,